ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക്. ഞാൻ കീർത്തി. അപ്പം നമ്മൾ നൈറ്റിക്കും കുർത്തിക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഈ ഒരു മോഡൽ ടൈപ്പ് ഇത് കോട്ടണിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ ടൈപ്പ് നെക്കാണ് ഞാനിപ്പോൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു 14.5 ഇഞ്ച് ലെങ്ത്ത് വരുന്ന അത്യാവശ്യം വൈഡ് വരുന്ന ഒരു 7 ഇഞ്ച് വൈഡൊക്കെ എടുക്കാം കേട്ടോ. നെക്കിൻ്റെ വൈഡ് എടുക്കാം, അതായത് വൈഡ് അത്ര ഉള്ള ക്യാൻവാസ് ഷീറ്റ് എടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിലേക്ക് നമുക്ക് ഇനി മുകളിൽ നിന്ന് താഴത്തേക്ക് 14 ഇഞ്ചോളം 14.5 ഇഞ്ചോളം, അതായത് നമുക്ക് ഈ യോക്ക് എത്ര ലെങ്ത്തിൽ നിൽക്കണോ അത്രയും ലെങ്ത്തിൽ നമുക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു 3.5 ഇഞ്ച് വെച്ചിട്ട് 3.5 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് വൈഡ് അടയാളപ്പെടുത്താം. അത് നേരെ താഴത്തേക്ക് ഒരു ഈ ആലില ഷേപ്പ് തന്നെ മുകളിലും താഴെയും വരുന്ന രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന അളവിൽ മുകൾ ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് പാച്ച് വേണ്ടുന്ന ഭാഗമാണ് താഴത്തേക്ക് പോകുന്നത്. അതും ആ ഷേപ്പിൽ തന്നെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. അതും ഞാൻ ഈ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ സെൻറ്ററിലുള്ള പോർഷൻ നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ, അത് ആരും മാറ്റരുത്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് ജോയിൻ ചെയ്ത് വരേണ്ട പോർഷനാണ് കേട്ടോ. നമ്മൾ ഇനി സെൻട്രൽ പോർഷനിൽ വേറെ മെറ്റീരിയൽ ആണ് കൊടുക്കുന്നത്, അതായത് യോക്കായിട്ട് വരുന്ന വേറെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ യോക്കിൻ്റെ മെറ്റീരിയലിനോട് ആവശ്യമായിട്ടുള്ള ഒരു മെറ്റീരിയലിലേക്ക് ഞാനത് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യോക്ക് പോർഷൻ ലൈനിങ്ങിൽ ടോട്ടലി നമ്മുടെ ബോഡി പാർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസ് ഉണ്ടല്ലോ, അതായത് രണ്ട് ടൈപ്പ് പീസ് ഉണ്ട്. അപ്പോൾ ഈ ടൈപ്പും അതും നമുക്ക് നല്ലൊരു മെറ്റീരിയലിലേക്ക് അറ്റാച്ച്, ലൈനിങ്ങിലല്ല നല്ല മെറ്റീരിയലിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ പീസ് ഉണ്ടല്ലോ, ആ പീസ് നമുക്ക് ഏത് ടൈപ്പ് യോക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈപ്പിൽ ആ മെറ്റീരിയലിലേക്ക് നമുക്ക് അയൺ ചെയ്ത് നല്ല സെറ്റാക്കി എടുക്കാം. ഓക്കെ, അപ്പം ഞാൻ അതായത് ഏറ്റവും വലിയ പീസ് നമുക്ക് ഇത് അടിച്ച് മറയ്ക്കേണ്ടതാണ്. നമ്മുടെ നോർമലി നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഭാഗം ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ബോഡി പാർട്ട് ഉണ്ടല്ലോ, അതിൽ നെക്കിൻ്റെ മുകളിൽ നമ്മൾ നോർമലി ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇത് അകന്ന് പോകാതെ രണ്ട് സൈഡും അളവ് മെഷർമെൻറ്റ് ഈക്വലായിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നിങ്ങൾ അയൺ ചെയ്യുന്ന സമയത്ത് അത് കൃത്യം രണ്ടായിട്ട് മടക്കിയിട്ട് അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് നമുക്ക് രണ്ട് ഭാഗത്തേക്കും ഈക്വലായിട്ട് നമുക്ക് അളവനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതിപ്പോൾ തിരിച്ചാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ജസ്റ്റ് വെച്ച് നോക്കിയതാണ്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം പിൻ ചെയ്യുക. ഇത് കുറച്ച് ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ മുകളിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ ചുമ്മാ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിവും ചായ്വൊക്കെ വരും. അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ എല്ലാം മുകളിൽ നിന്ന് താഴേക്ക് നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ് കറക്റ്റ് മിഡിൽ തന്നെ ആക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ആക്ച്വലി ഇതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു എന്നാണ് കേട്ടോ ഓർത്തത്. ഇത് ഡ്രാഫ്റ്റിൽ കിടക്കുന്ന കണ്ടപ്പോഴാണ്, ഇത് എഡിറ്റ് പോലും ചെയ്യാതെ കിടക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതിൻ്റെ കാര്യം. അങ്ങനെ ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്തു വെച്ചിരുന്ന വർക്കാണ് കേട്ടോ. പക്ഷേ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ ആണ്. നമുക്ക് ഇതിൻ്റെ പ്ലെയിനിൽ നമുക്ക് ചെയ്യാം. അത്യാവശ്യം നല്ല എംബ്രോയിഡറി ഒക്കെ ഉള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ സെൻറ്ററിൽ യോക്കായിട്ട് വരുന്നതെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പം ഞാനതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ആ ക്യാൻവാസിൻ്റെ സ്റ്റിച്ചിൽ കൊള്ളാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിന് മുമ്പായിട്ട് ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട്. അതായത് നമ്മുടെ നെക്ക് വന്ന് നിൽക്കേണ്ടതായിട്ടുള്ള വശമുണ്ടല്ലോ, അത് നമുക്ക് ഈ ക്യാൻവാസിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അത് ഇന്നർ പോർഷനിൽ ക്യാൻവാസിൻ്റെ തന്നെ ഉള്ളിലേക്ക് പോകുന്ന പോർഷനിൽ അടയാളപ്പെടുത്തുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പേന വെച്ച് മാർക്കർ വെച്ചൊക്കെ അടയാളപ്പെടുത്തുമ്പോഴത്തേനും നമ്മുടെ നല്ല മെറ്റീരിയലിൻ്റെ ആ പോർഷനിൽ വരരുത് കേട്ടോ. അപ്പം അത് ക്യാൻവാസിൽ തന്നെ അടയാളപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം നമുക്ക് എളുപ്പമുണ്ട്. നമ്മുടെ അടിച്ചു മറിക്കുന്ന മറ്റേ പീസ്, അതായത് മെയിൻ പീസ്, നമ്മുടെ യോക്കിനുള്ള പീസ് എവിടെയാണ് വന്ന് നിൽക്കണേന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഇനി നമുക്കത് കട്ട് ചെയ്ത് എപ്പോഴും മിക്കവാറും ചെയ്യുന്ന പോലെ തന്നെ എല്ലായിടത്തും കറക്റ്റായിട്ട് നോച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് അയൺ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്ഷൻ ആയിട്ടിരിക്കും കേട്ടോ. ഒന്ന് അയൺ ചെയ്തതിന് ശേഷം നമുക്ക് അത് പതിച്ചടിക്കാനായിട്ട് വരട്ടെ, അത് ഞാൻ പറയാം. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ്
അതിന് മുമ്പായിട്ട് നമ്മൾ നോച്ചിട്ട് കൊടുത്തല്ലോ, നോച്ചിട്ട് കൊടുത്തതും നമ്മുടെ ക്യാൻവാസും തമ്മിൽ നമ്മുടെ മെയിൻ പീസിലേക്ക് കൊള്ളാതെ ഇതുപോലെ ഒന്ന് പതിച്ചടിക്കണം കേട്ടോ. അപ്പം നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ആ നെക്ക് കിട്ടും. ഇതിപ്പോൾ ഏത് ടൈപ്പ് നെക്കിലും നമുക്ക് ഇങ്ങനെ തന്നെ അടിച്ചു പോകാവുന്നതാണ്. അത് നമ്മൾ കറക്റ്റ് വൈഡിൽ തന്നെ പിടിച്ച് നമ്മൾ കൊടുക്കണം കേട്ടോ. അത് ഇതുപോലെ നമ്മൾ ആ കോർണർ സ്പേസ് ഒക്കെ കോർണർ പോർഷനൊക്കെ വരുമ്പം ഇതുപോലെ തന്നെ ഫിനിഷിങ്ങിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാലാണ് ആ നെക്ക് കാണാനായിട്ട് ഭംഗിയുണ്ടാവുള്ളൂ. ഇനി അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒന്ന് അയൺ കൂടെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പോർഷൻ മാർക്ക് ചെയ്ത പോർഷൻ ശരിക്കും ഇപ്പുറത്തേക്കും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ പാകത്തിന്, അതായത് ഒത്തിരി കട്ടയ്ക്ക് വരയ്ക്കാതെ ഒന്ന് കാണാൻ പാകത്തിന് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മെയിൻ പോർഷൻ, അതായത് യോക്ക് പോർഷൻ വന്നിട്ടുള്ളത് ഞാൻ അതിനോട് ചേർന്നൊരു ലാവൻഡർ ഷെയ്ഡിൽ, എന്താ പറയുന്നത്, ഒരു ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, പീച്ച്, അങ്ങനെ എല്ലാ ഷെയ്ഡുകളും വരുന്ന ഒരു മെറ്റീരിയലാണ് നമ്മുടെ മെയിൻ മെറ്റീരിയൽ. ഓക്കെ, അപ്പം ഇതിലേക്ക് ആ ഒരു പിങ്ക് ഷെയ്ഡാണ് അവർ പറഞ്ഞത്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മെറ്റീരിയലാണ് ഇത്. അപ്പോൾ ഞാനിത് അത് കുറച്ച് നീളത്തിൽ ആണ് നമ്മുടെ ക്യാൻവാസ് ഷീറ്റ് അതിലേക്ക് അയൺ ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്നിട്ട് അത് അവിടെ നിന്ന് രണ്ടായിട്ട് ഞാൻ ഫോൾഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ചിട്ട്, അതായത് നമ്മുടെ മറുവശത്താണല്ലോ നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നല്ല വശം ചേർന്ന്, അതിന്റെ പുറകിലത്തെ പീസിന് ക്യാൻവാസ് ഇല്ല കേട്ടോ, പുറകിലത്തെ പീസ് പ്ലെയിൻ ആയിട്ടുള്ള പീസാണ്. ഓക്കെ, ഇനി നമുക്ക് ക്യാൻവാസ് വെച്ച് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് നോച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നോച്ചിട്ട് കൊടുക്കാം. അതിന്റെ ത്രെഡിലെ സിസേഴ്സിന്റെ മിഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യരുത്, എൻഡ് വെച്ചിട്ട് മാത്രം കട്ട് ചെയ്ത് പോവുക. ഇതുപോലെ നോച്ചിട്ട് കൊടുക്കാം. നോച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് കൂടെ ഒന്ന് അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. എന്നിട്ട് മുകൾ ഭാഗം കൂടെ ഞാൻ ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇച്ചിരി നീളം കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്യാൻവാസിന്റെ ഇത് കണ്ടല്ലോ, അത്രയും മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ഇനി ഞാനിത് മറച്ചിട്ടെടുക്കുന്നുണ്ട് കണ്ടോ. നമുക്ക് ഇത് മറച്ചിടുമ്പോഴത്തേനും മുകളിൽ അങ്ങനെ അടിപ്പോ അങ്ങനെ മടക്കി അടിപ്പോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് നമുക്ക് വൃത്തിയായിട്ട് തന്നെ ഇത് ഫ്രണ്ടിൽ കാണുന്ന പോർഷൻ അല്ലേ, അതായത് നെക്കിന്റെ തൊട്ട് താഴെ നെക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് ഇത് സെപ്പറേറ്റ് പാർട്ടായിട്ട് നമ്മൾ വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് വൃത്തിയായിട്ട് അതൊന്നുകൂടെ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിരിക്കും. ഇനി അത് നേരെ നിവർത്തി പിടിച്ചിട്ട് നമുക്ക് ഒന്ന് അയൺ ചെയ്തെടുക്കാം. അതിനു മുമ്പായിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്യാൻവാസ് അടിച്ചിട്ടുള്ള ആ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് ഇനി നമുക്ക് ഉള്ളിലേക്ക് ജോയിൻ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം, 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ടതിന് ശേഷം നമുക്കത് അതിൻ്റെ ബാക്കി മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് മടക്കിയതല്ലേ ഉള്ളൂ താഴത്തേക്ക്. ഇത് ഏറ്റവും, അതായത് വലിയ അളവുകളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത്. അപ്പം നമ്മളിപ്പം സൈഡിൽ വെട്ടി മാറ്റിയതനുസരിച്ച് ഇനി എന്ത് ചെയ്യണം, അപ്പം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പുറത്തുനിന്ന് ആ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ചേർത്ത് അങ്ങ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ തന്നെ നമുക്ക് ആ സെന്ററിലേക്ക് വെക്കാനുള്ള പോർഷൻ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് അയൺ ചെയ്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെന്റർ പോർഷൻ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മുടെ ക്യാൻവാസ് ഉള്ള ഭാഗം ഉണ്ടല്ലോ, അത് വേണം, ക്യാൻവാസ് ഉള്ള ഭാഗം വേണം നമുക്ക്, അതായത് പുറമേ കാണാൻ പാകത്തിന് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ലോക്ക് ചെയ്യാം കേട്ടോ. ഇതിന്റെ സൈഡ് ഭാഗം ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കുർത്തിയിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ ഭാഗം ഇതുപോലെ അയൺ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെന്റർ പാർട്ട് താഴെ പിടിച്ചതിന് ശേഷം മുകളിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അത് വന്ന് നിൽക്കേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അളന്ന് നോക്കുക, നമ്മുടെ എത്ര അളവിനാണ് എടുത്തതെന്നുള്ളത് ഏകദേശം അറിയാമല്ലോ. അപ്പം ഞാനൊരു 6.5 ഇഞ്ച് അളവിലേക്കാണ് എടുത്തിരിക്കുന്നത്. അത് അവിടെ വരെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ആദ്യം പിൻ ചെയ്ത് വെക്കാം. പിൻ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ആ 1/2 ഇഞ്ച് എക്സ്ട്രാ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് ഈസി ആയിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. 2 സൈഡ് ഞാനിപ്പം മെഷർമെന്റ് ഒന്ന് നോക്കുന്നുണ്ട്, അത് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുകയാണ് കേട്ടോ.
അപ്പം അത് മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആണ്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് നമുക്ക് ഈ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഇടയിലേക്ക് വേണമെങ്കിൽ, അതായത് ഞാനിപ്പോൾ ചെറിയൊരു ലേസ് എടുക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ വെക്കുന്ന സമയത്താണ് കേട്ടോ എനിക്ക് തോന്നിയത് ഒരു ചെറിയൊരു ലേസ് അതിൻ്റെ ഇടയിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ് കേട്ടോ. ഈ ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഐഡിയപരമായിട്ടൊക്കെ വരുന്നത്. വലിയ കാര്യമൊന്നും അല്ല. എന്നാലും കുറച്ച് ഭംഗിയായിക്കോട്ടെ. എന്നാ പിന്നെ എനിക്ക് ഞാൻ ഓർത്തു മേളീന്ന് ഇതൊരു സിഗ്സാഗ് ലേസ് ആണ്. എന്നാ പിന്നെ ഇത് മേളീന്ന് ചെയ്ത് തുടങ്ങാം എന്നോർത്തു. പിന്നെ അപ്പം ഇതിന്റെ ഇടയിലോട്ട് കണ്ടോ, നമ്മുടെ ഇതിന്റെ സൈഡ് 2 പീസിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പം മേളീന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. നമ്മുടെ റഫായിട്ടുള്ള ലേസുകളൊന്നും അങ്ങനെ വെക്കില്ല കേട്ടോ. അപ്പം ഇത് കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ലേസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ നമ്മുടെ ബോഡി ടച്ചിങ് ആയിട്ട് നിൽക്കുന്ന പാർട്ടിൽ ഞാനത് കൊടുക്കുന്നത്. ഓക്കെ, ചിലർക്ക് ആ ലേസ് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. മറ്റേ ഗോട്ടാപ്പട്ടി ടൈപ്പ് ലേസൊക്കെ നമുക്ക് കുത്തി കയറുന്നതായിരിക്കും. അപ്പം ഇതുപോലെ നമ്മുടെ ലേസ് ചെയ്ത് തീർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ലേസിന്റെ വീഡിയോ എടുത്തത് കട്ടായിപ്പോയി, സോറി. അതിൻ്റെ ഇടയിൽ വെച്ച് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി, വേറെ വലിയ സീനൊന്നുമില്ല. അപ്പം ഇതാണ് ഞാൻ ഹോം ഡെലിവറി ചെയ്തിട്ടുള്ളത്. അതായത് ഹോം ഡെലിവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ പല ഏരിയയിൽ പല ടൈപ്പ് വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പം അവരുള്ളത് എവിടെയാണോ അവിടെ പോയി എൻ്റെ കയ്യിലൊരു മെഷർമെന്റ് ഉണ്ടാവും. ആ മെഷർമെന്റിന് അനുസരിച്ച് അവർ തരുന്ന ഓർഡറിനനുസരിച്ച് ഞാൻ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതിൽ വലിയ മെഷർമെന്റ്സിന്റെ സീനൊന്നും വരാറില്ല, ഇതുവരെ ദൈവം സഹായിച്ച് വന്നിട്ടില്ല. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.